അപ്പോൾ മഴയാണ്. ഇനിയിപ്പോൾ കുറച്ച് ദൂരം കുടയോടി പോവാം. എങ്ങനെ കിട്ടുന്നറിയില്ല വിഷ്വൽസ്. വലിയ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. മലപ്രദേശമാണ്. അങ്ങനെ കാറ്റ് വീശാത്തൊന്നും കുഴപ്പമില്ല. ഇവിടെയൊക്കെ റബ്ബറാണ്. താഴേക്കൊരു വഴിയാണ് കേട്ടോ അങ്ങോട്ട്. റബ്ബർ, കൈതച്ചക്ക, പൈനാപ്പിൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതലും. റബ്ബറിൻ്റെ ഒരു ഏരിയയും കൂടിയാണ്. റബ്ബറാണ് കൂടുതലാണ്. മഴ കൂടി പെയ്തു. വേറൊരു ഫീലായിരുന്നു. എന്തായാലും പതിയെ പോവാം. അപ്പോൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കായിരുന്നു നമ്മൾ. അതിനിപ്പോൾ മഴ ഇച്ചിരി ഒന്ന് കുറഞ്ഞിരിക്കുന്ന സമയം. അപ്പോൾ പിന്നെ നേരെ അങ്ങ് പോകാൻ പോയി. 5 കിലോമീറ്റർ ഉണ്ട്. ഇനിയിപ്പോൾ നാടുകാണി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് 5 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ വേറെ ഈ ഭാഗത്ത് സ്ഥിരം മഴയാണ് കേട്ടോ. സ്ഥിരം മഴയാണ് ഈ ഭാഗത്ത്. ബാക്ക് പിടിച്ച് പാടില്ലേ. റബ്ബറുകളാണ്, കംപ്ലീറ്റ് റബ്ബറും തോട്ടമാണ്. പിന്നെ ഈ പറഞ്ഞ മറ്റേ കൈതച്ചക്ക, പൈനാപ്പിൾ ഇടതുവശമുണ്ട്. പൈനാപ്പിൾ കൃഷി അത്യാവശ്യം ഉണ്ട് കേട്ടോ. നല്ല നീളത്തിലേക്ക് അങ്ങോട്ട് കിടക്കുന്ന മുകളിലേക്ക് അങ്ങനെ കിടപ്പുണ്ട്. റബ്ബർ വെട്ടിയിട്ട് അതിന് വരാതെ വെച്ച് നമുക്ക് തേക്കും വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൈതച്ചക്കയുടെ ഇടയിൽ തേക്കും വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു റൈറ്റ് സൈഡിൽ കപ്പ, ഉള്ളി അങ്ങനെയൊക്കെ പോകുന്നത്. അവിടെ ഒരു വീടുണ്ട്. പഴയ ആരെയോ വീടാണ് മുകളിൽ. വിഷ്വൽസൊക്കെ അങ്ങനെ കിട്ടണമെന്നറിയില്ല. കുട ചോറിനുണ്ടേ. മഴ പൊടിയുണ്ട്. നമ്മൾ ക്യാമറ കാണിച്ചാൽ എന്തുവരവാണ്. റബ്ബറച്ചാനും ഒക്കെ റബ്ബറും തോട്ടം. അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഗേറ്റ് തുറന്നിട്ടുണ്ട്. 5 കിലോമീറ്റർ കൂടി പോകണമെന്നാണ് പറഞ്ഞത്. അപ്പം ചുമ്മാ പോവാം. ഇതൊരു ഉൾപ്രദേശമാണ് എന്നാ പറയുന്നില്ല. പാറയൊക്കെയാണ്. പാറയാണ്. മടിയിലായിരുന്നല്ല തോന്നിട്ടില്ല. നാടിനെ കുളത്ത് കൂട്ടിലിട്ടുണ്ടാവില്ല. മൺകുടിലൊക്കെ മണ്ണിൻ്റെ കുടിൽ വെച്ചാണ്. അതൊരു അങ്ങനെയൊക്കെ മണ്ണിൻ്റെ ഇതൊക്കെ കുടിലൊക്കെ വെച്ചിട്ട് ആൾക്കാർ ഇപ്പോഴും ജീവിക്കുന്നത്. അതൊക്കെ ഇരിപ്പുണ്ടല്ലേ. നമുക്ക് ഇതൊക്കെ ഷൂട്ട് ചെയ്തത്. ചെറിയൊരു കടയിൽ വീടുകളൊക്കെ നല്ല വലിയ വീടുകളുണ്ട്. റബ്ബറിൻ്റെ ഒരു ഇത് ഇവിടെ കാണിക്കുന്നുണ്ട്.
അപ്പുറം അധികം തിരക്കൊന്നുമില്ലാത്ത രീതി കൂട്ടിക്കിടന്ന് നല്ല വെള്ളവും താഴേക്ക് കൃഷിയാണ്. ഇത് തേക്കുണ്ട്, വർഷങ്ങളായിട്ട് വെച്ചുള്ള തേക്ക് വെച്ച് വേണം. അധികം വർഷം ഉണ്ടാവില്ല, തേക്കൊക്കെ പെട്ടെന്ന് വരില്ല. കൈതച്ചക്കയുണ്ട്, തേക്കുണ്ട്, റബ്ബറുണ്ട്, ജാതിയുണ്ട്, പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. സ്ഥലത്തിൻ്റെ പേരത്ര ഇവിടെയില്ല. കൊമ്പലത്ത് മുറി എന്നെന്തോ എഴുതി വെച്ചിട്ടുണ്ട്. സ്ഥലത്തിനാണെന്ന് അറിയില്ല. ഇതൊരു പഴയ വീടുണ്ട്. വീടാണോ വേറെ എന്തെങ്കിലും ആണെന്നറിയില്ല കേട്ടോ. എടുക്കാൻ ഇവിടെ മിക്കവാറും നല്ലൊരു മഴ താർക്കും കറക്കണം. ഗ്രാമപ്രദേശങ്ങളാണ്. ഗ്രാമം എന്ന് പറയാൻ റബ്ബറാണ് രണ്ട് സൈഡിലും. ഒരു സൈഡ് തെങ്ങിൻ തോപ്പാണ് കേട്ടോ. ഓ, അവനിപ്പോൾ രക്ഷപ്പെട്ടു. തെങ്ങിൻ തോപ്പ് വെച്ച് ഞാൻ രക്ഷപ്പെട്ടു. തേങ്ങയ്ക്ക് വില കിട്ടിയൊന്നുമില്ല. തേങ്ങയൊന്നുമില്ല, കാര്യമായിട്ട് വളം കിട്ടണമായിരുന്നു. കംപ്ലീറ്റ് റബ്ബറും ഇതൊക്കെ തന്നെയാണ് ഇവിടെ. അതായത് മുന്നോട്ട് പോകാം. നമ്മൾ മനുഷ്യരുമില്ല, വളരെ അപൂർവം ആൾക്കാർ മാത്രമേ വരുന്നുള്ളൂ ഇവിടെ. എന്താ റബ്ബർ, അത് വെട്ടുന്ന റബ്ബർ തന്നെയാണ് കേട്ടോ. പാലെടുക്കുന്നതാണ്. എൻ്റെ കൈയിനകത്ത് തെളിയേണ്ടെന്ന് നമുക്കറിയാം. മഴക്കാറൊന്നുകൂടി മഴയും പെയ്തുകൂടി ആകെ ഒരു പ്രത്യേക രീതിയിലായി. കുറച്ച് ഫാസ്റ്റാക്കാം. ഇനി കുറച്ച് മുന്നോട്ട് പോകാമല്ലേ. എല്ലാം അത് സെയിം കാഴ്ച തന്നെയാണ്. മുന്നോട്ട് വിട്ടത് ഇവിടെ കംപ്ലീറ്റ് റംബൂട്ടാൻ വലയിട്ടങ്ങ് വെച്ചിട്ടാണ്. ഇഷ്ടംപോലെ റംബൂട്ടാൻ കിടപ്പുണ്ട്. എല്ലായിടത്തും മലയിട്ട് വെച്ചേക്കുന്നുണ്ട്. അറ്റം വരെ ഇത് ഇനി കൃഷിയാണോന്നില്ല. റംബൂട്ടാൻ വൈദ്യുത വേലിയും വെച്ചിട്ടുണ്ട് ആൾ കയറാതിരിക്കാൻ. അപ്പോൾ റംബൂട്ടാൻ കൃഷിയായിട്ട് കൃഷിത്തോട്ടമാണ്. റംബൂട്ടാൻ്റെ കൃഷിത്തോട്ടം. ആൾ കയറി പറിക്കാതിരിക്കാനൊരു അറ്റം വരെ ഉണ്ട് കേട്ടോ. കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്, ഏക്കറാണെങ്കിൽ സ്ഥലമുണ്ട്. അപ്പം മടിയിലായിരുന്നു നമുക്ക് അതിനകത്ത് എവിടെയെങ്കിലും കയറി ഭക്ഷണം കഴിക്കായിരുന്നു. മഴ നമ്മളെ ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കുന്നത് തോന്നുന്നില്ല. 5 കിലോമീറ്റർ ഇങ്ങനെ എത്തണമെങ്കിൽ ഇച്ചിരി സമയമെടുക്കും. അപ്പോൾ ഓക്കെ. മഴ നന്നായിട്ട് കൂടി. ഇവിടെ നിൽക്കാനുള്ള സ്പേസ് പോലും ഇല്ല. മഴ കണക്ക്. ഒരു
സ്ഥലത്ത് നിൽക്കാനുള്ള സ്പേസ് ഇല്ല. എന്ത് ചെയ്യും? മുന്നോട്ട് പോകാലോ. നല്ല കയറ്റവും കൂട്ടത്തിലെ മഴ. ഓ, കാറ്റും വീശുണ്ട്. വേഗത്തെ നനയുന്നതാണ്. റെയിൻകോട്ട് കഴിയുന്നു. മുന്നത്തെ റെയിൻകോട്ട് ഇട്ടിട്ട് കൊണ്ടാൽ വരുന്നല്ലേ. ഇവിടെ കണിച്ച് മഴ. എല്ലാം മരം കിട്ടണേ എൻ്റെ അടിയിലായി നിൽക്കായിരുന്നു. പക്ഷെ അതുമില്ല. ഈ കടമുറി പോലുമില്ല കയറിയിരിക്കാം. വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു. അതങ്ങോട്ട് പോട്ടെ. അവിടെ കയറിയിരിക്കാം. വീടാണെന്നറിയില്ല. കയറാൻ പറ്റില്ല. പിള്ളേരെ അവിടെ കയറിയിരിക്കുന്നു. വാടകയ്ക്ക് ഇറങ്ങാൻ വിടാം. പിള്ളേര് നല്ല കനത്ത മഴയിൽ. ഇതാണ് മഴക്കാലത്തുള്ള അവസ്ഥ. മഴക്കാലത്ത് ഇത്രയും ലോങ് ട്രിപ്പുകളും മണ്ടത്തരവും. ക്യാമറയൊക്കെ നനഞ്ഞോ ഇല്ല ഒരു പിടിയില്ല. നന്നായിട്ട് പെയ്യുണ്ട്. അമ്മരാനത്ത് കയറി ഇരിക്കുന്നു. അതായത് ക്യാമറ ഓഫ് ചെയ്തിട്ട് ശബ്ദമൊന്നും കിട്ടില്ല. ഇപ്പോൾ കയറ്റിയേക്കാണ്, കേസിൽ കയറ്റിയേക്കണം. ക്യാമറ കേസിൽ വെച്ചിട്ടുണ്ട്. മഴയത്താണ് പോണത്. അപ്പം നമ്മളിപ്പോഴും ദക്ഷിണാഞ്ചൽ ജില്ല കുറച്ച് നേരം ഒരു ഷെഡിൽ കയറിയിരുന്നു. ഒരു വെയിറ്റിംഗ് ഷെഡിൽ കയറി നിന്നിട്ടാണ് പോകുന്നത്. ഇപ്പോൾ കാര്യത്തിന് ഹോൺ അടിക്കണം. പതിയെ വന്നാൽ പോരെ. ഹോൺ അടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊരു വനമേഖലയാണെന്ന് തോന്നുന്നത് കണ്ടിട്ട്. അങ്ങനെ ഭാഗ്യമാണോന്ന് അറിയില്ല. എന്തൊക്കെയോ മരങ്ങളുണ്ട്. മുന്നോട്ട് പോ. എങ്ങടെ പോണെന്നറിയില്ല. എങ്ങടെ പോണേ? പള്ളിയാണ്. സ്റ്റിക്കർ റോഡുണ്ട്. പള്ളിയുടെ മുകളിൽ പോയാലും ചിലപ്പോൾ കാണാൻ പറ്റില്ല. മലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം കൊണ്ട് പിന്നെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ റബ്ബറുണ്ട. അവിടുത്തെ റബ്ബർ അങ്ങ് വെച്ച് പിടിപ്പിച്ചേക്കാണ്. ഓ, അവിടെ നിന്ന് കുത്തി പിടിങ്ങി പോന്നു. ഇടിയോട് കണ്ട് മുന്നോട്ട് പോവാം. അവിടെ ഒരു ഞാൻ മുകളിലേക്ക് പോകാം. അതിൻ്റെ മുകളിലെന്തോ ഉണ്ട്. മുകളിലേക്ക് പോകാൻ പറ്റുമെന്നറിയില്ല. കയറാനുള്ള അങ്ങനെ ഇടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം അങ്ങോട്ട് സംശയമാണ്. ഒരു സ്കൂളൊക്കെ ഉണ്ട്.
പാറയാണ്. മല എന്ന് പറയുന്നത് മിക്കവാറും കയറാൻ പറ്റുന്നതാണില്ല. വഴി പോയിട്ട് ഇങ്ങോട്ട് തിരിക്കാം. ഒരു ഗ്രാമപ്രദേശം കീരമ്പാറ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. കീരമ്പാറ ആ കീരമ്പാറ എന്ന് പറയുന്ന പാറയാണെന്നാണ് കാണുന്നത്. പക്ഷെ അതിന് എന്തൊക്കെയോ സ്റ്റെപ്പ് പോലെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. മുകളിലോട്ട് കയറാൻ പറ്റുമെന്ന് അറിയില്ല. വേനൽക്കൊന്ന് ചിലപ്പോൾ കയറാൻ പറ്റുമായിരിക്കും കേട്ടോ. ആണ് കീരമ്പാറ എന്ന് പറഞ്ഞ സ്ഥലം. ഏതായിരിക്കും കീരമ്പാറ അല്ലേ? പാറയാണ് അത് ശരിക്കും. വലിയൊരു പാറ, വലിയൊരു പാറ തന്നെയാണ്. ഇവിടെ വെള്ളം ശരിക്കും കുത്തി ഒഴുകുന്നുണ്ട്. ഇതൊക്കെ വാഴയും ഒക്കെ കൃഷി ചെയ്തിരുന്നു. അവിടെ ഗ്രാമപ്രദേശം നിശബ്ദമായിരിക്കുന്നു. ഊഞ്ഞാപ്പാറ, കീരമ്പാറ, തട്ടേക്കാട്, ഊന്നുകല്ല്, അടിമാലി, മൂന്നാർ. ഇത് നമുക്കെങ്ങോട്ടാ പോകേണ്ടതെന്നുള്ളത്. ഇത് മറ്റേ സെൻറ്റ് തോമസ് മൗണ്ട് നാടുകാണി. ഇപ്പോൾ പോകാൻ പറ്റില്ല. ഇപ്പോൾ പോയാൽ സ്ലിപ്പ് ചെയ്യും. അപ്പം ഇതിലേ നമുക്ക് പോവാം. സെൻറ്റ് തോമസ് മൗണ്ട് നാടുകാണി. ഇതിന് പോകാൻ പറ്റും. നമുക്ക് ചേച്ചി പോകേണ്ടത്. ഇവിടെ ചായക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ലെഫ്റ്റായിരിക്കും നമുക്ക് പോകേണ്ടത് കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ ലെഫ്റ്റ് പോവാം. ഇത് നല്ല വേനൽക്കേ പറ്റുള്ളൂ. ഇത് നല്ല വഴുക്കലുള്ളൊരു പാറയാണ്.